ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ് ഈസ് നോൺ ആസ്. പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ കോസ്റ്റ് ഓഫ് സെയിൽസ്, ഓപ്ഷൻ ബി പ്രൊഡക്ഷൻ കോസ്റ്റ്, ഓപ്ഷൻ സി മാർജിനൽ കോസ്റ്റ്, ഓപ്ഷൻ ഡി ടോട്ടൽ കോസ്റ്റ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ സി മാർജിനൽ കോസ്റ്റിനെയാണ് പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next question, in process costing, dash will not affect the cost of inventory. താഴെ പറയുന്നതിൽ ഏതാണ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീനെ അഫക്റ്റ് ചെയ്യാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നോർമൽ ലോസ്, ഓപ്ഷൻ ബി അബ്നോർമൽ ലോസ്, ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് ലോസ്, ഓപ്ഷൻ ഡി സീസണൽ ലോസ്. ഇവിടെ കറക്റ്റ് ആൻസർ അബ്നോർമൽ ലോസ് ആണ്. ഓപ്ഷൻ ബി അബ്നോർമൽ ലോസ് ആണ്. നമുക്ക് നോക്കാം എന്താണ് അബ്നോർമൽ ലോസ്. ഇറ്റ്സ് എ ലോസ് ഓവർ ആൻഡ് എബോവ് ദ നോർമൽ ലോസ്. നോർമൽ ലോസിനേക്കാളും കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെയാണ് അബ്നോർമൽ ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നോർമലായിട്ട് നമുക്കിപ്പം ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ കൊണ്ടുവന്ന് അതിന് നോർമലി ഇത്ര ലോസ് വരുമെങ്കിൽ അത് ഓക്കെയാണ്. അതിന് മുകളിൽ അത് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് അബ്നോർമലാണ്. ഇറ്റ് ഈസ് കൺട്രോളബിൾ ആൻഡ് നോട്ട് എ റെഗുലർ ലോസ്. നമുക്ക് എന്താണ് അങ്ങനെ ഒരു അബ്നോർമലായിട്ട് വരാൻ പാടില്ല, അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് കൺട്രോളബിൾ ആണ്. അത് ഇറ്റ് ഈസ് നോട്ട് റെഗുലർ ലോസ്. പ്രത്യേക കാര്യം അല്ലെങ്കിൽ പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് അങ്ങനെ ലോസ് വരുന്നതാണ്. നമുക്ക് എന്താണ് റെഗുലറായിട്ട് ആ ലോസ് വരുമെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് റെഗുലർ ലോസ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അൺഎക്സ്പെക്റ്റഡ് കണ്ടീഷൻസ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കുറച്ച് കണ്ടീഷൻ സംഭവിച്ചത് കൊണ്ട് അങ്ങനെ ഒരു ലോസ് ഉണ്ടായി. എന്തൊക്കെയാവാം ആ കണ്ടീഷൻ? പെട്ടെന്ന് മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി, നമ്മുടെ കെയർലെസ്നെസ് കൊണ്ടാവാം, അല്ലെങ്കിൽ സ്ട്രൈക്ക് വിളിച്ചു. അപ്പോൾ ഈ ഒരു ഇങ്ങനെ പർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയ കണ്ടീഷൻസ് മൂലം നമുക്കുണ്ടാവുന്ന ലോസിനെയാണ് അബ്നോർമൽ ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയലൈസബിൾ വാല്യൂ ഈസ് ക്രെഡിറ്റഡ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് പി ആൻഡ് അക്കൗണ്ട്. നോർമലി അത് അബ്നോർമൽ ലോസ് അക്കൗണ്ടിലോട്ടാണ് റിയലൈസബിൾ വാല്യൂ പോകുന്നതും അതിന് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് കോസ്റ്റിംഗ് പി ആൻഡ് അക്കൗണ്ടിലോട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഷുഗർ ഇൻഡസ്ട്രി മൊളാസസ് എന്താണെന്ന് ചോദിക്കാം. ഓപ്ഷൻ എ ജോയിൻറ്റ് പ്രൊഡക്റ്റ്, ഓപ്ഷൻ ബി ബൈ പ്രൊഡക്റ്റ്, ഓപ്ഷൻ സി വേസ്റ്റ്, ഓപ്ഷൻ ഡി സ്ക്രാപ്പ് ആണ്. അപ്പോൾ ഷുഗർ ഇൻഡസ്ട്രിയിൽ മൊളാസസ് എന്താണെന്നാണ് ചോദ്യം. മൊളാസസ് എന്ന് പറയുന്നത് ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എന്താണ് ബൈ പ്രൊഡക്റ്റ്? അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. നമുക്ക് ബൈ പ്രൊഡക്റ്റ് എന്താണെന്നും ബാക്കി നോക്കാം. 2 or more products of equal importance are simultaneously produced from common material from a common process. ഇപ്പോൾ ജോയിൻറ്റ് കോസ്റ്റ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് നോക്കാം, ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. 2 or more products of equal importance are simultaneously produced from common material from a common process. കോമൺ പ്രോസസ്സ് ഉപയോഗിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് എന്താണ് ഒരു കോമൺ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ അതിനെയാണ് എന്താ ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജോയിൻറ്റ് പ്രൊഡക്റ്റുകൾ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് എന്താ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് അല്ലെങ്കിൽ പ്രീ സെപ്പറേഷൻ പോയിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബൈ പ്രൊഡക്റ്റ് എന്താണ്? 1 or more products of relatively small value that are produced simultaneously with a product of greater value. അതായത് അതിലധികമോ പ്രൊഡക്റ്റ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അതിൽ ഒരു പ്രൊഡക്റ്റിന് സ്മോൾ വാല്യൂ, അതിനെ കമ്പയർ ചെയ്ത് മറ്റേ പ്രൊഡക്റ്റിന് ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ആ ഗ്രേറ്റർ വാല്യൂ ഉള്ള പ്രൊഡക്റ്റിനെയാണ് മെയിൻ പ്രൊഡക്റ്റ് എന്നും പറഞ്ഞാൽ റിലേറ്റീവ് സ്മോൾ വാല്യൂ ഉള്ളതിനെയാണ് ബൈ പ്രൊഡക്റ്റ് എന്നും കൂടെ ഉദ്ദേശിക്കുന്നത്. then എന്താണ് വേസ്റ്റ്? വേസ്റ്റ് മീൻസ് ദ മെറ്റീരിയൽ ലോസ്റ്റ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ദാറ്റ് ഹാസ് നോ റിക്കവറബിൾ വാല്യൂ. ആക്ച്വലി പ്രൊഡക്ഷൻ്റെ സമയത്ത് നമുക്ക് ലോസ്റ്റ് ആവുന്ന മെറ്റീരിയലിനെയാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അതിനൊരിക്കലും എന്താണ് റിക്കവറബിൾ വാല്യൂ ഉണ്ടായിരിക്കില്ല. എന്നാൽ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ലെഫ്റ്റ് ഓവർ ഫ്രം ദ പ്രൊഡക്ഷൻ ദാറ്റ് ഹാസ് സം റിക്കവറബിൾ വാല്യൂ. എന്നാൽ മെറ്റീരിയൽ പ്രൊഡക്ഷൻ സമയത്ത് മെറ്റീരിയൽ ലെഫ്റ്റ് ഓവർ ആയി വന്നിട്ടുണ്ടെങ്കിൽ മിച്ചം വരുന്നതാണ്. അതിന് ചെറിയൊരു റിക്കവർ വാല്യൂ ഉണ്ടെങ്കിൽ അതിന് എന്താ സ്ക്രാപ്പ് എന്നും. അപ്പോൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ റിക്കവറബിൾ വാല്യൂ ഉണ്ടാവില്ല, എന്നാൽ സ്ക്രാപ്പിന് ആ റിക്കവറബിൾ വാല്യൂ ഉണ്ടായിരിക്കുകയും ചെയ്യും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is added to costing profit to arrive at a financial profit? ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ
ഫിനാൻഷ്യൽ, അതായത് കോസ്റ്റിംഗ് പ്രോഫിറ്റിലോട്ട് എന്ത് ആഡ് ചെയ്താലാണ് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കിട്ടുന്നതെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ഇൻകം ടാക്സ് പെയ്ഡ്, ഓപ്ഷൻ ബി അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്, ഓപ്ഷൻ സി റെൻറ്റ് റിസീവ്ഡ്, ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ പെയ്ഡ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റെൻറ്റ് റിസീവ്ഡ് ആണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി റെൻറ്റ് റിസീവ്ഡ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. കാരണം റെൻറ്റ് റിസീവ്ഡ് എന്താണ്, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ലോസും കാണിക്കുന്നില്ല. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കാണിക്കാൻ വേണ്ടി അതെന്താ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.